മലപ്പുറത്ത് നിന്ന് സ്വാലി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മലപ്പുറം ജില്ലയിലേക്ക് പോകാം, അതിനുശേഷം മറ്റിടങ്ങളിലേക്ക് മടങ്ങിയെത്താം. സ്വാലി, ഗുഡ് മോർണിംഗ്. ഇന്ന് വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ UDF-ന് ഏറ്റവും സ്വാധീനമുള്ള ഇടമാണ് മലപ്പുറം എന്ന് പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് LDF ആകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടം ആവർത്തിക്കാനും UDF-ന്റെ കോട്ടകളിലടക്കം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലുമാണ് അവിടെ പ്രചരണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. എന്താണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? മനു, ഞാനുള്ളത് പാണക്കാട് CKM-LP സ്കൂളിലാണ്. മോക്ക് പോളിംഗ് ആരംഭിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വോട്ടിങ്ങിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഈ സ്കൂളിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മലപ്പുറത്ത്. സാധാരണ പ്രാദേശിക വികസനങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണമൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളെല്ലാം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂല ഘടകമാവുമെന്ന ഒരു വിലയിരുത്തൽ LDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ല കൂടിയാണിത്. മലപ്പുറം ജില്ലയിൽ വലിയ മേൽക്കൈ UDF-നുണ്ട്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നഗരസഭകളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ വലിയ മേൽക്കൈ നിലവിൽ UDF-നുണ്ട്. ഇത്തവണ വലിയ മാറ്റം ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ, പ്രത്യേകിച്ച് നഗരസഭകളിലൊക്കെ അട്ടിമറി വിജയം നേടാൻ കഴിയുന്ന നഗരസഭകളുണ്ട്. അത് LDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേരി, തിരൂർ പോലുള്ള നഗരസഭകളിലൊക്കെ വലിയ പ്രതീക്ഷ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. പോളിംഗ് ഏതായാലും 7 മണിയോടെ തന്നെ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മനു, ഏതായാലും സ്വാലി, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മലപ്പുറം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഈ UDF-ഉം ലീഗും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഈ മതരാഷ്ട്രവാദികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന UDF നീക്കത്തെ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണോ അവിടെ LDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം? മനു, ഇവിടെ ഏതാണ്ട് 38 വാർഡുകളിലായി, ഡിവിഷനുകളിലായി ഇത്തരത്തിലുള്ള ഒരു സഹകരണം വെൽഫെയർ പാർട്ടി, അത് UDF സഹകരണമുണ്ട്. അത് 25 ബ്ലോക്ക് പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ നഗരസഭ പഞ്ചായത്തുകൾ, ഇങ്ങനെ 25 ഇടങ്ങളിലായാണ് ഈ 38 ഡിവിഷനുകളിൽ ഇത്തരത്തിലൊരു സഹകരണം ഉള്ളത്. ഇതിൽ പലതും UDF-ൻ്റെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇതിലേറെയും വിട്ടു നൽകിയിട്ടുള്ളത്. ഇത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി, നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇത് വലിയ ചർച്ചാ വിഷയമായി നിന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് ഇതൊരു പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണ് എന്നതാണ്. ഏതായാലും ഇതെല്ലാം വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണിത്. ഈ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവമൊക്കെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഒരു പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ട്. അത് ജനങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യും. മതേതര വോട്ടുകളെല്ലാം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ മുന്നണി ഉള്ളത്. മനു, ശരി.